ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റുന്ന് നമ്മൾ കൊല്ലങ്കോട് നിന്ന് തൃശ്ശൂർ പോകുന്ന വഴിയാണ്. ഒരു ഏകദേശം 6 മണി 6:30 ആയപ്പോഴത്തേനും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിനി എന്തായാലും തൃശ്ശൂർ വരെ പോകേണ്ട, അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എണീറ്റാണ്. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളൊരു പ്രതീക്ഷ. നമ്മള് ഒരു 6:30 ആയപ്പോ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഏകദേശം നമ്മള് നെന്മാറ എത്തി. ആര് പറഞ്ഞോ? ഹലോ ഗൈഷ് പറഞ്ഞോളി. ആര് സൈക്കിൾ ഓടിച്ച് പോരാണ്? ഞങ്ങള് ഏകദേശം 15 കിലോമീറ്റർ ഒക്കെ കവർ ചെയ്ത് വന്നു. ഇനിയിപ്പോ 45 കിലോമീറ്റർ ഒക്കെ ഇനി ഉണ്ടാവും തൃശ്ശൂർക്ക്. നമ്മൾ റൈഡ് ചെയ്ത് പോകൂല്ലേ? തുരങ്കത്തേക്ക് 15 കിലോമീറ്റർ ഉണ്ടല്ലേ. മോർണിംഗിൽ റൈഡ് ചെയ്യണത് ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം റോഡുകൾ അധികം ഫ്രീ ആയിക്കരം, പിന്നെ നമ്മളെ മൈൻഡും ഫ്രീ ആയിക്കരം, നമുക്ക് കൂളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വെയിലൊക്കെ വരുന്നേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടിൻ്റെ പ്രശ്നമില്ല. നമുക്ക് റൈഡ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സത്യം പറയുക മോർണിംഗിലും അതുപോലെ തന്നെ ഈവനിങ് 5 മണിക്ക് ശേഷം. പക്ഷേ ഈവനിങ് ആകുമ്പോൾ എന്താ വെച്ചാൽ റോഡിൽ നല്ല തിരക്കുണ്ടാവും. മോർണിംഗ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല, നമുക്ക് കൂളായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. കിലോമീറ്റർ പോകുന്നില്ല നമ്മള്. അടക്കാഞ്ചേരി എത്താനായില്ലേ? അടക്കാഞ്ചേരി എത്തിയില്ലേ? ആര്യാ രണ്ടാക്കും വിശന്നിട്ടാണ്. ആനൂർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തിട്ടേ കയ്യില് മുട്ടായി കണ്ട്, എന്നാലും വിശക്കുണ്ടെന്ന് അറിയണം. വേണം. പേരെന്തായിരുന്നു? എവിടെ സ്ഥലം? വയനാട്. വയനാട്ടിൽ നിന്ന് ഞങ്ങൾ വന്നിപ്പോ വയനാട് വന്ന് തിരിച്ച് നാട് മലപ്പുറം ഇറങ്ങി മണ്ണാർക്കാട് പാലക്കാട്. ചാർലി ചാപ്പിളി മറ്റേ വണ്ടിക്കാരനെ ബൈക്കാരനെ കാത്തിക്കുന്ന പോലെയല്ലോ. ഇനി കുറച്ച് ദൂരം നമ്മൾ ഹൈവേ കൂടെ പോണത്. ഹൈവേ കൂടെ ഉള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നല്ല എൻജോയ് ചെയ്യലുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പീഡിൽ റൈഡ് ചെയ്യാൻ പറ്റും, കുറേ കിലോമീറ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ വെയിലാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അത്യാവശ്യം വെയിലായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഏകദേശം ഒരു 60 സംതിങ് എന്തോ കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 30 കിലോമീറ്ററിലേറെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി കവർ ചെയ്യാനുണ്ട്. പക്ഷേ റൈഡ് കുഴപ്പമില്ല, ഇനി എല്ലാവരും ഓക്കെയാണ്. ഇനിയിപ്പോൾ ആര് ബേബി ഉറങ്ങോളം നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. പരിചയപ്പെടുത്തോ? എൻ്റെ പേര് സുദർശൻ, ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്. അപ്പോൾ പ്രോനെ കണ്ടപ്പോൾ എനിക്ക് ഒരു കൊച്ചുമോനെയും അതുപോലെ ഫാമിലി ആയിട്ട് കണ്ടപ്പോൾ എന്താ പറയുക, ഒരു വളരെ എന്താ പറയുക, ഒരു എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഒരു ഈ ചൂട്ടിലും ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു അത്രയൊരു. ഇതിപ്പോ ചൂടായതുള്ളൂ. ഞങ്ങളിപ്പോ 30-35 കിലോമീറ്ററോളം ചോട്ടി ഇപ്പോ ഓൾറെഡി. ഇപ്പോഴാണ് ഒന്ന് ചൂടായത്. ഇതിങ്ങനെ രസം, ഒരു വൈബ്, വളരെ സന്തോഷം. ഇത്രയും ഹാപ്പിനെസ് ഇതിനുണ്ട് എന്നുള്ളത് ഇത് കാണുമ്പോഴാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ വിഷമിച്ച് വളരെ സന്തോഷം കണ്ടപ്പോൾ എനിക്കത് ഹാപ്പിയായി. ഓക്കെ, താങ്ക് യു. എന്താ ചെയ്യണേ? ഞാൻ പാലക്കാട് ഇന്റീരിയൽ വർക്ക് ചെയ്യാണ്. ഇന്റീരിയലിന്റെ വർക്ക്. കണ്ടതിൽ സന്തോഷം. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് പട്ടിക്കാട് പി സി ഡാമിന്റെ അവിടെയാണ്. പി സി ഡാമിന്റെ അവിടെ. ഓക്കെ, ഞങ്ങൾ ചോദിച്ചോക്കാം. ആരാ നമ്മളെ ഇല്ല പോണോക്കാം. പോയാൽ മതി തുറന്ന്.
സ്പീഡ് പോട്ടെ ഞാൻ നമ്മള് മലപ്പുറത്ത് പെരുന്തമണ്ണടുത്ത് പട്ടിക്കാട് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ തൃശ്ശൂരും ഉണ്ട് അത്ര പട്ടിക്കാട്. അതാണ് മെയിൻ പട്ടിക്കാട്. സൈക്കിൾ അല്ലേ? കുറേ നേരം ഇവിടെ പള്ളിയിലേന് മോനെ ആരിന് നല്ലോണം ഒന്ന് ഉറങ്ങി അവൻ്റെ ഉറക്ക ക്ഷീണമൊക്കെ മാറിയിട്ട് നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു ചാറ്റൽമായ പോലെ പെയ്ത് നല്ലൊരു കാലാവസ്ഥയാണ്, വെയിലൊന്നും ഇല്ല. നമ്മൾ റൈഡ് ചെയ്ത് പോ എല്ലാവരെയാ ചിരിക്കണം, കുറുമ്പാണ് ആൾക്ക്. കേരള എന്താ ഹർഷ അത്? കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ അഗ്രികൾച്ചറൽ റിസർച്ച് ഇവിടെ നടത്താം കേട്ടോ. പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് പ്രവീൺ, വൈഫാണ് ചിത്ര. വീട് നമ്മുടെ ചേലക്കോട്ടുകര എന്ന് പറയാൻ വളർക്കാവ് എന്ന് പറയും. കറക്റ്റ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലില്ലേ, അതിൻ്റെ അടുത്താണ് നമ്മുടെ സ്ഥലം. കട വന്നിട്ട് കാളത്തോടാണ്. നമുക്കൊരു ഹോട്ടലാണ് മീമി മാമു എന്ന് പറഞ്ഞിട്ട്. ഫുഡൊക്കെ വാങ്ങിയിരുന്ന സന്തോഷം. നിങ്ങളുടെ ഇടയിൽ മാറി ആരുടെ എത്തി? അങ്ങനെ നമ്മൾ റൈഡ് ചെയ്ത് തൃശ്ശൂർ എത്തിയേക്കാണ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ എന്ന് പറയുന്നത് നമ്മളെ 7ാമത്തെ ജില്ലയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം തൃശ്ശൂർ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം അങ്ങനെ തൃശ്ശൂർ ചാനലിൽ തന്നെ തുടങ്ങി 2-3 ദിവസമായിട്ട് കോളിങ്ങിലുണ്ട്. ചാനലിന് വേണ്ടിയിട്ട് ഒന്ന് പേര് പരിചയപ്പെടുത്തിക്കുള്ളൂ. ജോബി ജോർജ് മാഷാണ്, റിട്ടയർ ചെയ്തു. സൈക്ലിംഗ് ചെവൂരാണ്, തൃശ്ശൂർ ചെവൂര് സൈക്ലിംഗ്. കാണുന്ന മറ്റേ ജിയോമച്ചാൻ ഞാൻ വലിയ പരിചയമില്ല, നമുക്ക് കിട്ടാൻ നോക്കാം. തൃശ്ശൂരെത്തിയായിരുന്നപ്പോ ജിയോമച്ചാന്റെ നാട് കാണാൻ ഇന്നത്തെ സ്റ്റേ നമുക്ക് ജോബി മാഷ് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം സെറ്റാക്കിയിരുന്നു. YMCAയിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളി റൂമും കാര്യങ്ങളേനും. നല്ലോണം ടയേർഡ് ആയിക്കണം എല്ലാവരും. അപ്പോൾ ആര്യനൊക്കെ നല്ല ക്ഷീണിച്ചാണ്. അതേപോലെ തന്നെ കാഹിലാണെങ്കിലും നമ്മളെല്ലാവരും അത്യാവശ്യം റൈഡ് ചെയ്ത് എഫേർട്ട് എടുത്താണ് തൃശ്ശൂർ എത്തിയത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം നൈറ്റിലൊന്ന് തൃശ്ശൂർ റൗണ്ടിലൊന്ന് കറങ്ങണം. അതിന് ശേഷം ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എല്ലാവരും പെട്ടെന്ന് ഉറങ്ങണം. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇന്ന് ഹയസ്റ്റ് കിലോമീറ്റർ ഏക്കർ 70 കിലോമീറ്ററൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പം എൻ്റെ പേര് മാർവിൻ എന്നാണ്. എൻ്റെ വീട് ശരിക്കും ഇരിനാലുകൂടെ. അപ്പോൾ ഞാൻ നിങ്ങളെ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് അത് വളരെ ഞാൻ